എന്തിനാ സാറേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? എനിക്ക് ആരോടും ഒരു പിണക്കമില്ല പാറുവമ്മേ. എന്ന് പറഞ്ഞാ മതിയോ? ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും ഒന്നും കഴിച്ചില്ല. കാലത്തെ കാപ്പിതേ മേശപ്പുറത്തിരുന്ന് തണുക്കുന്നു. അതൊക്കെ അവിടെ ഇരിക്കും, ആവശ്യമുള്ളപ്പോ കഴിച്ചോളൂ. ഈ കുഞ്ഞിനെ പട്ടിണിക്കിടാൻ എനിക്ക് ഒക്കൂല. നിങ്ങൾ എന്നാ പാനിഞ്ഞെടുക്കുന്നത്? ചെല്. എനിക്കൊരു കാര്യം അറിയണം. എന്താ? ഇതിനിവിടെ വളർത്താൻ തന്നെയാണോ തീരുമാനം? ഇവനിവിടെ കഴിയുന്നതുകൊണ്ട് സുജാതയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? എന്റെ കുഞ്ഞല്ലാത്തതുകൊണ്ട് തന്നെ. സുജാതയെ, നിങ്ങൾക്ക് എന്നേക്കാൾ വലുത് ഈ കുഞ്ഞാണ്. അത് നിന്റെ തോന്നലാണ്. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഇവനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ഇല്ല, ഒരിക്കലും ഞാനിവനെ ഉപേക്ഷിക്കില്ല. അപ്പോ മറ്റുള്ളവർ പറയുന്നത് സത്യമാണ്. എന്നേക്കാൾ മറ്റുള്ളവരാണോ നിനക്ക് വിശ്വാസം? എന്തായാലും ഇവനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ കഴിയില്ല. തീർച്ചയാണോ? തീർച്ച. എങ്കിൽ നിന്റെ ഇഷ്ടം. നീ പോവാണോ? അതെ, നിങ്ങൾ അച്ഛനും മോനും കൂടി ഈ വീട്ടിൽ സ്വൈരമായിട്ട് കഴിഞ്ഞോളൂ. സുജാത കുഞ്ഞെ, സുജാത കുഞ്ഞെ, സാറേ കുഞ്ഞിനെ വിളിക്കും സാറേ. സുജാത കുഞ്ഞെ, സുജാത കുഞ്ഞെ, സുജാത കുഞ്ഞെ. ഈ തറവാടിന്റെ സുഹൃതം കൊണ്ടാണ് മറ്റൊരു കുഴപ്പവും കൂടാതെ നമ്മുടെ മോൾ അവിടുന്ന് രക്ഷപ്പെട്ടത്. എന്റെ മോൾ അവിടെ കിടന്ന് ഒത്തിരി വേദന തിന്നു കാണും. അവളായിട്ട് നിർബന്ധിച്ച് നടത്തിയ കല്യാണമല്ലേ? നല്ല കാര്യമാണെന്ന് കരുതിയല്ലേ ഞാനും കൂട്ടുനിന്നത്. എന്റെ വാക്കിന് അന്ന് ഇവിടെ വല്ല വിലയുണ്ടായിരുന്നു. വിധിച്ചതൊക്കെ നടക്കണ്ടേ ചേട്ടാ? വിധി എന്റെ മകളെ കണ്ണീര് കുടിപ്പിച്ചതിന് അവനെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വെറുതെ വിടില്ല. അല്ലെങ്കിലേ നാട്ടുകാരെന്നെ ദാ ഇങ്ങനെ വിളിക്കും. മോനുട്ടാ, നമുക്ക് തുണി വരിക്കാൻ കേട്ടാ. ഒറ്റക്കായപ്പോ പാറുമ്മക്ക് ഇവനെ കൂടെ നോക്കാൻ ബുദ്ധിമുട്ടായല്ലേ? അയ്യോ, അങ്ങനെ പറയില്ലേ സാറേ. ഞാനും രണ്ടെണ്ണത്തിനെ പെറ്റു വളർത്തിയതാ. അത് സ്വന്തം കുഞ്ഞുങ്ങളല്ലേ? വഴിന്ന് കിട്ടിയതായതുകൊണ്ട് ആദ്യവാദ്യം എനിക്ക് ഇവനോട് ഇഷ്ടമില്ലായിരുന്നു. ഇവന്റെ കളിയും ചിരിയും കണ്ടപ്പോ ഞാൻ മയങ്ങിപ്പോയി സാറേ. ഈ ചിരിയും കളി ഇഷ്ടമില്ലാത്തവരോട് പാറുമ്മേ. ദേ കണ്ടോ, എന്തു പറഞ്ഞാലും സാർ അതേ കൊണ്ടേ നിർത്തുള്ളൂ. എല്ലാരും കൂടി അതും ഇതും പറഞ്ഞാ സുജാത കുഞ്ഞിനെ കുഴപ്പിച്ചത്. സാറ് ചെന്ന് വിളിച്ചാ അതിങ്ങി പോരും. ഞാനവളെ പറഞ്ഞു വെച്ചതല്ലോ പാറുമ്മേ. എന്നെ മനസ്സിലാക്കുമ്പോ അവിടെ തിരിച്ചു വരും. എല്ലാം ദൈവവിധി. ഇത്ര പെട്ടെന്ന് വിവാഹമോചനത്തിന് നോട്ടീസ് അയക്കണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ബിൽക്കുൽ ടീക്ക് ഹേ. ചാടിക്കടാന്ന് കോടതെടുക്കുന്നതിൽ ചാടി കയറിയാൽ ചിലപ്പോൾ അടിതെറ്റിപ്പോവും. എടാ ദാസപ്പ, എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് നിനക്കറിയാമോ? അത് പിന്നെ കണ്ടാൽ അറിയില്ലേ? 10-15 വയസ്സെങ്കിലും കാണും. 52 കഴിഞ്ഞതേ ഉള്ളൂ. സിവിൽ കേസുമായിട്ട് 35 കൊല്ലത്തെ പാരമ്പര്യമുള്ളവരാണ് ഞാൻ. അപ്പോൾ മധുരപ്പതിനിലെ ചേട്ടൻ കരുത് കോടതി തിന്നലോട്ടാ. ചുമ്മാതാണോ ഇതുവരെ കല്യാണം കഴിക്കാൻ ടൈം കിട്ടാതിരുന്നത്? എടാ, നിയമം വകുപ്പൊക്കെ എനിക്ക് കാണാപ്പാടമാ. ഈ കേസ് ഞാൻ വിചാരിക്കുന്നിടത്ത് കൊണ്ട് കെട്ടി വിവാഹബന്ധം വേർപ്പെടുത്തും. മോളെ കൂടി ഇരിഞ്ഞു. മോളെ, നീ എത്ര കാലം ഇവിടെ ഇങ്ങനെ ജീവിക്കും? നിന്റെ കണ്ണീര് കണ്ട് ദുഃഖിക്കുന്ന 2 ആത്മാക്കൾ ഇവിടെയുണ്ട്. എന്നായാലും ഇതിനൊരു പരിഹാരം വേണ്ടേ? അമ്മാവനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ അമ്മാവ? മോള് ഇവിടെ ഒന്ന് ഒപ്പിടും. എന്തിനാ ആ ബന്ധം? നമുക്കിനി വേണ്ട മോളെ. അമ്മേ, മോളെ, നീ പിണങ്ങിപ്പോന്നത് ഒരു തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും 3 വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരല്ലേ? ഇത്രയും ദിവസമായിട്ട് അയാളൊന്ന് തിരിഞ്ഞു നോക്കിയോ? പോട്ടെ, 15 പൈസയുടെ ഒരു കാർഡെങ്കിലും എഴുതിയിടാമായിരുന്നല്ലോ. അവന് നിന്നേക്കാളും വലുത് ആ കുഞ്ഞാണെന്ന് എപ്പോഴെങ്കിലും മനസ്സിലായില്ല. ഇനിയും നമുക്കിത് തുടങ്ങണം മോളെ. നീ അമ്മാവൻ പറഞ്ഞതനുസരിക്കും. അച്ഛനില്ലാത്ത ദുഃഖം നിന്നെ അറിയിക്കാതെ വളർത്തിയത് ഈ അമ്മാവനാണ്.
അമ്മയാണ് പറയുന്നത്. ഒപ്പിട്ട് കൊടുക്കും. സാർ, ഒരു രജിസ്റ്റർ കത്തുണ്ട്. സാറേ, സുജാത കുഞ്ഞിന്റെ എഴുത്താന്നോ? അതെ. എത്ര നാളായി കുഞ്ഞിനെ കണ്ടിട്ട്? സുഖമായിരിക്കുന്നോ? പിണക്കെല്ലാം തീർന്നോ സാറേ? എന്ന് വരും? സാറെന്താ ഒന്നും മിണ്ടാത്തത്? പാർവമേ, വിവാഹബന്ധം ഒഴിയാൻ അവൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കാൻ. എന്റെ ഭഗവതി, നിങ്ങൾ രണ്ടുപേരും വിദ്യാസമ്പന്നരായതുകൊണ്ടാണ് ഈ കേസിന്റെ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞാൻ ചേംബറിലേക്ക് വിളിപ്പിച്ചത്. ഒരു നല്ല കുടുംബജീവിതം നയിച്ചിരുന്ന നിങ്ങൾ ഒരു അനാഥ ശിശുവിന്റെ പ്രശ്നത്തിൽ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് നിർഭാഗ്യകരമാണ്. മിസ്റ്റർ പ്രകാശൻ, കുഞ്ഞിനെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് സുജാതയുടെ പരാതി പരിഹരിച്ചുകൂടെ? ക്ഷമിക്കണം സർ, എന്റെ ആത്മാർത്ഥത സുജാതയ്ക്ക് മനസ്സിലാകാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. മാഡം, ആ കുഞ്ഞുകൂടി വീട്ടിലുണ്ടായിരിക്കണമെന്നുള്ളത് മിസ്റ്റർ പ്രകാശിന് നിർബന്ധമാണ്. ഒരു അനാഥ ശിശുവല്ലേ, അതുകൂടി വീട്ടിൽ കഴിയാൻ സമ്മതിച്ചുകൂടെ? അമ്മയും അമ്മാവനും സമ്മതിക്കില്ല. അമ്മയുടെയും അമ്മാവന്റെയും അല്ല, എനിക്ക് നിങ്ങളുടെ മറുപടിയാണ് കേൾക്കേണ്ടത്. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊന്നും എനിക്കിതിനെപ്പറ്റി പറയാനില്ല. നിർഭാഗ്യവശാൽ പ്രസ്തുത ശിശുവിനെ വീട്ടിൽ വളർത്തുന്ന പ്രശ്നത്തിൽ യോജിപ്പിലെത്താൻ ഭർത്താവായ പ്രകാശനും ഭാര്യയായ സുജാതയ്ക്കും കഴിയാതെ വന്നിരിക്കുകയാണ്. ആയതിനാൽ സമുദായ വിധി പ്രകാരം ഉഭയസമ്മതത്തോടെ നടത്തപ്പെട്ട പ്രകാശിന്റെയും സുജാതയുടെയും വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താൻ കോടതി ഉത്തരവായിരിക്കുന്നു. കടപ്പുറത്തെ പറമ്പില് കുറച്ച് തൈയൂടെ വെക്കണം. 10 മാസത്തിന് വെച്ചാ മതി സാറേ. ഒന്നും കിട്ടിയില്ലടാ. സാർ, ഞാൻ എന്റെ കൊക്കിന് എയിമെടുത്ത് ഫയർ ചെയ്തു, പക്ഷെ അത് പറഞ്ഞു. നിന്റെ തലയിൽ എന്താണ്? ഇതാ കൊക്കിന്റെ കാഷ്ടമാണ് സാർ. ഞാൻ അങ്ങോട്ട് എയിം ചെയ്ത ദേഷ്യത്തിന് അത് ഇങ്ങോട്ട് ഫയർ ചെയ്തായിരിക്കും. പോയി കഴുകടാ. സാർ, ദേ അമ്മാവൻ. കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. എവിടെയായിരുന്നു? ഞാൻ എവിടെ പോകാനാ, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വരണ ചേട്ടാ. എന്താ ചേട്ടാ ഒരു മനപ്രയാസം പോലെ? മനപ്രയാസമേ ഉള്ളൂ മാധവൻ നായരെ. ഇവിടെ വരുമ്പോഴാ ഇത്തിരി സമാധാനം കിട്ടുന്നത്. എന്തു പറ്റി? പയർ കുത്തിയാ മതിയോ, പടർപ്പ് കൂടെ വേണ്ടേ? മനസ്സിലായില്ല. മാധവൻ നായരെ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. സുജാത ബന്ധം പിരിഞ്ഞു പോന്നിട്ട് വർഷം 3 അവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഇതുവരെ തരപ്പെട്ടില്ല. ഓ, അതൊരു പ്രശ്നമാണോ ചേട്ടാ? പ്രശ്നമാണ് മാധവൻ നായരെ. എത്രയായാലും 2ാം കെട്ടല്ലേ. അതിനെന്താ? സൗന്ദര്യത്തിനും സ്വഭാവത്തിനും അവൾക്ക് എന്താ ഒരു കുറവ്? നല്ല കുടുംബമല്ലേ?
അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ മനസ്സിനാണെങ്കിൽ ഒരാളെ കിട്ടല്ലേ? ഒരു നല്ല പയ്യനെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ചേട്ടാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ മാധവൻ നായർ തള്ളിക്കളയും. എന്താ? തുറന്നു പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു അന്യനാണോ ചേട്ടാ? എങ്കിൽ പറയാം. എന്റെ അനന്തരവൾക്ക് മാധവൻ നായർ ഒരു പുതിയ ജീവിതം കൊടുക്കണം. മാധവൻ നായർ അവളെ വിവാഹം ചെയ്യണം. ഞാനോ? അതെ, എന്റെ കുടുംബത്തെ ഈ ചുറ്റുപാടിൽ നിന്ന് രക്ഷിക്കാൻ മാധവൻ നായർക്ക് മാത്രമേ കഴിയൂ. അത് വേണോ ചേട്ടാ? വേണം. എന്നെ അവൾക്ക് ഇഷ്ടമാവോ? തീർച്ചയായും. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക. ചേട്ടാ